ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം പ്രബുദ്ധതയുടെ നാട്, സാക്ഷര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സുന്ദരമായ കൊച്ചു കേരളം. ഒരു കേരളക്കാരനായതിൽ, അതല്ലെങ്കിൽ ഒരു മലയാളിയായതിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ വെള്ളപ്പൊക്കങ്ങൾ, അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകൾ, അതിലൊക്കെ ഓരോ മലയാളിയും മറ്റുള്ള മലയാളികളെ സ്വീകരിച്ചത്, നെഞ്ചോട് ചേർത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റുള്ള നാടുകളെക്കാൾ ഉപരിയായി ആ സമയത്തൊക്കെ ഒരു മലയാളി ആയതിൽ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ ഈയിടെ ഉണ്ടാകുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സുന്ദരമായ കേരളം പോലും ഇനി നമുക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അത്രയും ദയനീയമായ കാഴ്ചകളാണ്, അല്ലെങ്കിൽ വാർത്തകളാണ് ദിവസം തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇന്നലെ നമ്മളെല്ലാവരും കേൾക്കാനിടയായ ഒരു വാർത്തയുണ്ട്. 10 മാസം ഗർഭം ധരിച്ച് നൊന്തു പ്രസവിച്ച തന്റെ പൊന്നുമകൻ ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം മാതാവിനെ, പോറ്റി വളർത്തി വലുതാക്കിയ മാതാവിനെ കത്തിക്കൊണ്ട് കഴുത്തിൽ വെട്ടി. എന്തിന്റെ പേരിലാണ്? ഒരു ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിലാണ്. 2 ദിവസം മുന്നേ, അതല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുന്നേ നമ്മൾ വേറെ ന്യൂസ് കേട്ടതാണ്. സ്വന്തം മാതാവിനെ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുത്തുന്ന മറ്റൊരു കുട്ടിയെക്കുറിച്ച്. ഇങ്ങനെ എത്രയെത്ര കുട്ടികൾ, എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുകളും നമ്മുടെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ഒരു നല്ല ചിന്ത കൊണ്ടാണ് എല്ലാ രക്ഷിതാക്കളും അവരുടെ മക്കളെ വളർത്തുന്നത്. മുൻകാലങ്ങളിൽ നമുക്ക് ഉടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളോ നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകരുത് എന്നുള്ള നല്ല ബുദ്ധിയാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്തേണ്ട ചില കാര്യങ്ങൾ മാതാപിതാക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആ ചില കാര്യങ്ങൾ നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളാണ് നമ്മളെ മക്കളെ പോറ്റി വളർത്തുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരു പരിധിയുമില്ലാതെ, ഒരു പരിമിതിയുമില്ലാതെ എല്ലാം മേടിച്ചു കൊടുക്കരുത്. അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് നമ്മളാണ് അവരെ പോറ്റി വളർത്തുന്നത്. നല്ല അടിപൊളിയായിട്ട് അവരെ വളർത്തണം, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷേ അതിനൊക്കെ ഒരു പരിമിതികൾ ആവശ്യമാണ്. ഒരു പരിമിതിയും ഇല്ലാതെ എല്ലാം അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് അവരുടെ സ്വഭാവം വഷളാക്കാനേ ഉപകരിക്കൂ. അതുപോലെ നമ്മൾ ഫോൺ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം, അവരുടെ മുന്നിൽ നമ്മളും ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരോട് ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ എപ്പോഴും ഫോണും അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതും അവരുടെ സ്വഭാവം മോശമാക്കാനേ ഉപകരിക്കൂ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എന്തെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത്. ഒരു രക്ഷിതാവാകുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് പക്വമായ ചിന്തകൾ അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ കൊടുക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവര് തിരിഞ്ഞു വരണം എന്നില്ല. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് പക്വമായ ചിന്തകൾ, അവർക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കളാകുന്ന നമുക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ സൗഹൃദം, ഏതൊക്കെ രീതിയിലുള്ള ആളുകളുമായിട്ടാണ് അവന് സൗഹൃദം കൂടുന്നത് എന്നുള്ളത് ഇടക്കിടക്ക് പരിശോധിക്കുകയും അതിനുള്ള ചിന്തകൾ അവർക്ക് നൽകുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ രക്ഷിതാക്കൾക്കുള്ളതാണ്. അതുപോലെ അവരുടെ ഭാവി, എങ്ങനെയാണ് അവരുടെ ഭാവി ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ചിന്തയിലേക്ക് ഇട്ടുകൊടുക്കുകയും വേണം. അതല്ലാതെ വെറും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി രക്ഷിതാക്കളാകുന്ന നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി നിങ്ങൾ രക്ഷിതാവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള
ആ നൊന്തു പ്രസവിച്ച 10 മാസം ഗർഭം ധരിച്ച് നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തി വലുതാക്കിയ ആ രക്ഷിതാവിന് വന്ന അതേ ഗതി നമുക്കും നാളെ വന്നുകൂടായില്ല. അപ്പൊ അതുകൊണ്ട് രക്ഷിതാവാകുന്ന നിങ്ങൾ നിർബന്ധമായും നമ്മുടെ മക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. എല്ലാ സൗകര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവരുടെ സ്വഭാവം മോശമാക്കുകയുള്ളൂ. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കുള്ളതാണ് സ്വമേധയാ പ്രതികരിക്കാനുള്ള കഴിവ് എന്നുള്ളത്. അത് നമ്മുടെ മനുഷ്യന്മാർക്ക് എല്ലാത്തിനെക്കാട്ടി ഉപരിയായിട്ടുണ്ട്. അപ്പോൾ ചൂടാവുക എന്നുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം പിടിക്കുക എന്നുള്ളത് ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുകയോ ഒന്നിന്റെയും ആവശ്യമില്ല. പക്ഷേ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യനിക്ക് ക്ഷമ എന്നുള്ള ഒരു കാര്യം, അവനക്ക് എല്ലാ കാര്യത്തിലും പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ എല്ലാത്തിലും സഹിക്കുക എന്നുള്ള ഒരു കഴിവ് അവനക്ക് ഉണ്ടാകണമെന്നുണ്ട് വെച്ചാല് അത് നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ അവനക്ക് കാണിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അത് അവന്റെ ഒരിക്കലും സ്വഭാവത്തിൽ സ്വമേധയാ ഉണ്ടായി വരില്ല. അത് നമ്മളൊക്കെ കണ്ടുപഠിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴേ അവർക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ, പ്രശ്നം വരുമ്പോ, വിഷമം വരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാനാകൂ. എങ്കിലേ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കൂ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായാൽ അവർക്ക് ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള രക്ഷിതാവായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ മക്കളൊക്കെ നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തെരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.